നമ്മൾ എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഈ ജങ്ക് ഫുഡിലൊക്കെ ബേസിക്കലി എല്ലാം ഫ്രൈഡ് ആണ്. ആ ഫ്രൈഡ് ട്രാൻസ് ഫാറ്റി ആസിഡ് ആണ്. അതിപ്പോ ഡ്രൈ ഫ്രൈ ആണെങ്കിലും എണ്ണ ഉപയോഗിക്കാനുള്ള ഫ്രൈ ആണെങ്കിൽ എയർ ഫ്രയറിലൊക്കെ ചെയ്താലോ? അല്ല, അപ്പൊ ഈ നെയ്യപ്പം പറഞ്ഞു, നെയ്യപ്പം പാരമ്പര്യ ഫുഡാണോ അതോ ഫാസ്റ്റ് ഫുഡാണോ? ഫാസ്റ്റ് ഫുഡാണ്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ്. നെയ്യപ്പം പാരമ്പര്യ പണ്ട് നമ്മുടെ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അന്ന് നെയ്യപ്പം ചുടണം. അപ്പൊ അത് പാരമ്പര്യ ഫുഡല്ലേ? നെയ്യപ്പം പോലെ തന്നെ പഴംപൊരി. വെളിച്ചെണ്ണയിലായിരുന്നു നെയ്യപ്പം ചുട്ടുകൊണ്ടിരുന്നത്. അതെ, വെളിച്ചെണ്ണ പൊരിച്ച അപ്പൊ നെയ്യപ്പാട്ട് പറ്റുള്ളൂ. ആ വെളിച്ചെണ്ണയിൽ മായമാണ്. വെളിച്ചെണ്ണ മായമാണ്. മായമുണ്ട്. ആര് പറഞ്ഞു? അത് വെളിച്ചെണ്ണക്കെതിരായിട്ട് തന്ത്രശാലികൾ പറ്റുന്ന. വെളിച്ചെണ്ണ നെയ്യപ്പം പണ്ട് നെയ്യിലാ ചുട്ടോണ്ടിരുന്നത്. നെയ്യപ്പം പേര്. സാറേ, അതിലൊരു കാര്യമുണ്ട്. ഈ ശുദ്ധമായ നെയ്യ് ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മിതമായിട്ട് ഉപയോഗിക്കാം. നെയ്യ് കഴിച്ച് അപ്പൊ ഈ മാഡം പറഞ്ഞ പോലെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നമുക്ക് ഒരിക്കലും ചൂടാക്കരുത്. മാഡം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു സ്മോക്കിംഗ് പോയിന്റ് ഉണ്ട്. ആ സ്മോക്കിംഗ് പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നെയ്യപ്പം ചൂടേ അതില് അപ്പം ചൂടേ എന്ത് ചുട്ടാലും അത് ഹാനികാരകം ആണ്. ആയുർവേദത്തില് ആയിരക്കണക്കിന് വർഷം മുമ്പ് എണ്ണ ചൂടാക്കിയ വല്ലതും അകത്ത് കഴിക്കാൻ ഉൾപ്പെടെ ഒരു കാരണവശാലും ചെയ്യരുത്. അത് മാത്രം വിരുദ്ധാഹാരത്തിൽ പെടുന്നതാണ്. അതെ അതെ, എണ്ണ ചൂടാക്കുന്നത്. പരമ്പരാഗത ഫുഡുമായിട്ട് നെയ്യപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ അതിനേക്കാളും വേറെ ഒരെണ്ണം പറയാം, പഴംപൊരി. പഴം വളരെ നല്ലതാണ്. പക്ഷെ പഴം മൈദയിൽ ഇട്ടിട്ട് അതിനകത്ത് പഞ്ചസാരയും കൂടെ കലക്കി പൊരിച്ചു കഴിയുമ്പം അതൊരു ഫാസ്റ്റ് ഫുഡ് അല്ലേ? പറഞ്ഞ പോലെ ഫുഡ് പ്രോസസിംഗ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ എയർ ഫ്രയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ്. ബട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ആരും ചെയ്യുന്നില്ല. എയർ ഫ്രയർ നമ്മുടെ വീട്ടിലെ എത്ര അമ്മമാർക്ക് അറിയാം ഈ പ്രോസസിംഗിന്റെ സ്റ്റേജ് ഒക്കെ. നമ്മളെ വെളിച്ചെണ്ണ ഞാൻ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇതിൽ എത്ര ന്യൂട്രീഷൻ ഉണ്ട്, എത്ര എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്, ഒരമ്മമാരും ആരും നോക്കാറില്ല. നമ്മൾ ആരും അത് ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്നു. സോ ജങ്ക് ഫുഡ് ആൻഡ് ട്രഡീഷണൽ ഫുഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.